നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ ആദ്യമായി തന്നെ അറിയിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തിയ ഒരു ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് എനിക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളിലുള്ള ബന്ധത്തിൽ ഇതൊരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിന് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, ആ അത്ഭുത പ്രവർത്തികളാണ് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. നമുക്ക് ആ വേദഭാഗം എല്ലാവർക്കും, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എല്ലാവർക്കും വളരെ സുപരിതമായ ഒരു ദൈവവചനമാണ്. സ്തോത്രം. അവിടെ ചുരുങ്ങിയ വാചകങ്ങളിലാണ് ഈ ദൈവവചനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അത്ഭുതം ചെയ്തത്. ഇതിനു മുൻപ് കർത്താവ് ഒരു അത്ഭുതവും ചെയ്ത് തൻ്റെ ശിഷ്യന്മാർ കണ്ടിട്ടില്ല, മറ്റാരും കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല. യേശുവിൻ്റെ അമ്മയായ മറിയ മാത്രം യേശുവിനെ കുറിച്ചുള്ള ദൈവിക ദൂതുകളും പ്രവചനങ്ങളും തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചതല്ലാതെ മറ്റാർക്കും കർത്താവ് യേശു ദൈവപുത്രനെന്നോ അത്ഭുതങ്ങളോ അടയാളങ്ങൾ ചെയ്യുമെന്നോ അറിഞ്ഞിരുന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ എഴുതിയിരിക്കുന്നത് പോലെ യേശുവിനെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവും പോയി, യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. സ്തോത്രം. ആ വേദഭാഗത്ത് നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ 2026 പ്രാരംഭങ്ങളിൽ ഒരു അടയാളങ്ങളുടെ ആരംഭമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിഷയങ്ങൾ മാറ്റി ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേർ അതിനായിട്ട് സമർപ്പിക്കും? ദൈവത്തിന് സ്തോത്രം. അവിടെ ആ വിവാഹത്തിന്റെ റിസപ്ഷനിൽ അഥവാ ആ വിരുന്നിൽ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന വരുന്ന അതിഥികളെ ഒക്കെയും സ്വീകരിച്ച് അതാത് സ്ഥലത്തിരുത്തുകയും ആ വിരുന്നുശാലയിൽ ആർക്കും, ക്ഷണിക്കപ്പെട്ടവർക്ക് ഒരു കുറവും വരാതെ അവരെ എല്ലാം നന്നായി ആദരിച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുന്ന വിരുന്നുവാഴി, അഥവാ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. ആ വിരുന്നുവാഴി അവിടെ ആളുകളെ സൽക്കരിക്കുമ്പോൾ അകത്ത് ചില ശൂന്യതകൾ സംഭവിക്കുകയാണ്. എവിടെ? കലവറയിൽ. അവിടെ ശൂന്യത ഉണ്ടാകുന്നു. യഹൂദന്മാരുടെ അവരുടെ ആചാരപ്രകാരം അവിടെ ഏറ്റവും പ്രാധാന്യമായി സുലഭമായി കണ്ടിരിക്കേണ്ടിയ ഒന്നാണ് വീഞ്ഞ് എന്ന് നമുക്കറിയാം. അതിന് കുറവ് സംഭവിക്കുമ്പോൾ കലവറയിൽ ഒരു കുശുകുശുപ്പും, കലവറയിൽ ഒരു ആവലാതിയും, ഒരു വേദനയും, ഒരു സങ്കടവും ഒക്കെ അവിടെ നടക്കുന്നു. പക്ഷേ നമ്മുടെ ഹോസ്റ്റോ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളോ അതിഥികളോ ഈ വിഷയം അറിയുന്നതേയില്ല. എന്നാൽ യേശുവിന്റെ അമ്മ അവരുടെ ബന്ധുവായിരിക്കാം ഒരുപക്ഷെ, അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കലവറയിലെ കുറവുകൾ നന്നായി മനസ്സിലാക്കിയിട്ട് യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല. കർത്താവ് ഉടനെ പ്രതികരിച്ചെന്താന്ന് നമുക്കറിയാം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശുശ്രൂഷക്കാർ 6 കൽപാത്രങ്ങൾ പുറംപറമ്പിൽ കിടന്നത് എടുത്ത് കഴുകി വൃത്തിയാക്കി 6 കൽപാത്രങ്ങളിലും വക്കോളം വെള്ളം നിറച്ചതു മുതൽ വിരുന്നുവാഴിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് വരെ ഈ പച്ചവെള്ളത്തിന് സംഭവിച്ച അത്ഭുതം ഒത്തിരി പേർ അറിഞ്ഞിട്ടേയില്ല. അവിടെ വന്ന അതിഥികൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ വിരുന്നുവാഴി അറിഞ്ഞിട്ടില്ല. ആരൊക്കെ അറിഞ്ഞെന്ന് നമുക്കറിയത്തില്ല. ആ ശുശ്രൂഷ ഇവിടെ എഴുതിയിരിക്കുന്നു, ശുശ്രൂഷക്കാർ അല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, അകത്തളങ്ങളിൽ നടക്കുന്ന ശൂന്യത,
അകത്തളങ്ങളിൽ നടക്കുന്ന പ്രയാസങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, ഈ വചനം കേൾക്കുന്നവരുടെ ഭവനങ്ങളിൽ, അവരുടെ സഭകളിൽ, അല്ലെങ്കിൽ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നടക്കുന്നതായ പ്രതിസന്ധികൾ പലപ്പോഴും നാം ആരോടും തുറന്നു പറയുകയില്ല, പറയാൻ നമുക്ക് കഴിയുന്നതുമല്ല. കാരണം എന്താണെന്നറിയാമോ? പലതും തല കുനിയിക്കുന്നതാണ്, പലതും അപമാനം വിതയ്ക്കുന്നതാണ്, പലതും ആരുടെയും മുഖത്ത് നാളുകളിൽ നോക്കാൻ കഴിയാത്തതുപോലെയുള്ള വിഷയങ്ങളാണ് അകത്തളങ്ങളിൽ നടക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് ഈ വചനം കേൾക്കുന്ന വ്യക്തികളോട് ചോദിക്കുകയാണ്, ഈ വചനത്തിന്റെ മുൻപിൽ ഒന്ന് ചോദിക്കട്ടെ, അടയാളങ്ങളുടെ ആരംഭമായി ഈ വർഷത്തിൽ ഈ വിഷയം തീർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവം നിങ്ങളെ ഒരു അടയാളമാക്കട്ടെ, ഈ വിഷയം ഒരു അടയാളമാക്കട്ടെ, ഈ വിഷയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി എടുത്തൊന്ന് ഉപയോഗിക്കട്ടെ എന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. എന്താ നിങ്ങളുടെ മറുപടി? യേസ് എന്നാണോ? എങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, യേശുവിനെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടോ? യേശു ആ വീട്ടിൽ ഉണ്ടോ എന്ന് ഇന്ന് ചോദിക്കുകയാണ്. കർത്താവ് കൂടെ രാപാർക്കുന്നുണ്ടോ? കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ അപമാനം വിതച്ച വിഷയമുണ്ടല്ലോ, തല കുനിയിക്കുമെന്ന് ചിന്തിച്ച വിഷയമുണ്ടല്ലോ, ഇതിനെ തല ഉയർത്തുന്ന വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2026 പ്രാരംഭ മാസങ്ങളിൽ തന്നെ നീറിപ്പുകയുന്ന ഏതെങ്കിലും വിഷയങ്ങൾ അകത്തളത്തിൽ ഭാരപ്പെട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, പുറത്താരെയും അറിയിക്കാതെ, ആരോടും പറയാൻ കഴിയാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, എന്റെ കയ്യിലേക്ക് താ, ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്ക്. യേശു അപ്പച്ചൻ ആ വീട്ടിൽ ഉണ്ടല്ലോ, യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്ക്. അതിനെ ഒരു അത്ഭുതമാക്കി, ചരിത്രമാക്കി മാറ്റാൻ, ചരിത്ര സംഭവമാക്കി തീർക്കാൻ ഇന്നും നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി, അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊരു വിഷയം ഇല്ലെന്ന് വിചാരിച്ചോ? ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ഭാരത്തിലൂടെ അല്ല നിങ്ങൾ കടന്നു പോകുന്നു വിചാരിച്ചോ? അവിടെ കാണുന്ന ആ ശുശ്രൂഷകനാകാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്കും നിങ്ങൾക്കും ആ ശുശ്രൂഷകനാകാൻ പറ്റുമോ? അകത്തളങ്ങളിൽ വേദനയും ഭാരത്തിലും തല ഉയർത്താൻ കഴിയാതെ അപമാനിക്കപ്പെടുമോ? കുടുംബത്തിന്റെ വിഷയങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ, വിദ്യാഭ്യാസത്തിന്റെ വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്ന ഒന്നുണ്ടോ? മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അതുമായി കർത്താവിന്റെ അടുത്തേക്ക് സൗമ്യമായിട്ടൊന്ന് കടന്നു ചെല്ലാൻ പറ്റുമോ? ഇവിടെ ശുശ്രൂഷക്കാർ ആരോടും പറഞ്ഞില്ല കേട്ടോ. വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വളരെ രഹസ്യമായി ഓടിച്ചാടി കാറിക്കൂവി പറഞ്ഞു നടക്കണ്ട, പകരം ആ ഒരു ശുശ്രൂഷക്കാരന്റെ മനസ്സോടെ ഈ വിഷയം ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ആ മനസ്സുള്ള എത്ര പേർ ഈ വചനം കേൾക്കുന്നുണ്ട്? നമുക്കൊരു നല്ല ശുശ്രൂഷക്കാരായി ആകാൻ പറ്റുമോ? വേദന അനുഭവിക്കുന്നവരുടെ, ഭാരം അനുഭവിക്കുന്നവരുടെ, ആരോടും പറയാത്ത വിഷയങ്ങളുമായി കടന്നു പോകുന്നവരുടെ ശുശ്രൂഷക്കാരായി ആ വിഷയം ഒന്ന് കൈകളിലേന്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവരുടെ അടുത്ത് പോയിരുന്ന് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ വിഷയം യേശുവിന്റെ അടുത്തൊന്ന് കൊണ്ടുപോകാനെങ്കിലും പറ്റുമോ? ഒരു നല്ല ശുശ്രൂഷക്കാരിയായി, ഒരു നല്ല ശുശ്രൂഷക്കാരനായി തീരാൻ കഴിയുമോ എന്ന് ഈ വചനത്തിലൂടെ വർഷത്തിന്റെ പ്രാരംഭത്തിൽ ദൈവമക്കളോട് കർത്താവ് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഒരു പോയിന്റ് പറയട്ടെ. ആരും അറിയരുതെന്നല്ലേ ഈ വിവരം, ഈ വിഷയം നാം വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? നമ്മുടെ വിഷയങ്ങളൊന്നും ആരും പാടിക്കൊണ്ട് നടക്കണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്? പക്ഷേ ഇവിടെ ഈ അത്ഭുതം നടന്നു കഴിയുമ്പോൾ അത് മറ്റൊന്നായി മാറുക കേട്ടോ. ഈ അത്ഭുതം നടന്നില്ലായിരുന്നെങ്കിൽ അവിടെ അപമാനമല്ലേ വിതയ്ക്കുന്നത്? പക്ഷേ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അപമാനത്തിന് പകരം വലിയ മാന്യത അവിടെ വെളിപ്പെട്ടു. എന്താ അതിന് തെളിവ്? താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വിരുന്നുവാഴി ഇത് രുചിച്ചു നോക്കിയാറേ പറയുകയാണ്, എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും,
പിന്നെ ഇളപ്പമേറിയത് കൊടുക്കും. നീ ഇത്ര നല്ല വീഞ്ഞ് ഇതുവരെ കരുതി വെച്ചുവല്ലോ എന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അതാണ് അവിടെ നടന്ന അത്ഭുതം, അതാണ് അവിടെ നടന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഇതെവിടെ വെച്ചിരുന്നു? ഇതാര് കരുതിയിരുന്നു? ഇതെങ്ങനെ സംഭവിച്ചു? ഇത്ര നല്ലത് നിന്റെ കയ്യിൽ എങ്ങനെ ഇരുന്നെന്ന് ചോദിക്കുന്നത് പോലെ അപമാനം സംഭവിക്കേണ്ടിയ വിഷയം തിരിച്ച് വലിയ മാന്യതയുടെ ചോദ്യചിഹ്നങ്ങളാക്കി, വലിയ മാന്യതയാക്കി എങ്ങനെ സംഭവിച്ചെന്ന് ലോകം പറയത്തക്കതുപോലെയുള്ള ദൈവത്തിന്റെ മഹത്വമേറിയ വിഷയമാക്കി ഈ വിഷയത്തെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അതിന് നാണം കെടേണ്ട ആവശ്യമില്ല, അതിന് വേദനിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത അകത്തളങ്ങളിൽ നീറുന്ന എന്റെ ആ വിഷയമുണ്ടല്ലോ, അത് അപമാനമെന്ന് ലോകം ചിന്തിക്കുന്ന ഒരു വിഷയമില്ലേ? ആ വിഷയത്തെ വലിയ മാന്യതയാക്കി മാറ്റുക എന്നും മാത്രമല്ല, ചരിത്രങ്ങളിൽ എഴുതി ചേർക്കത്തക്ക പോലെ ദൈവമഹത്വത്തിന്റെ വഴിയാക്കി അതിനെ മാറ്റാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഒന്ന് ഞാൻ പറയുന്നു, അല്പം താമസിച്ചായിരിക്കും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. ആ ഭവനത്തില് കുറച്ച് സമയം വലിയ നിശബ്ദത ഉണ്ടായി കാണും, കുറച്ച് സമയം വേദന ഉണ്ടായി കാണും, കുറച്ച് സമയം അവർ ആ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി പോയി കാണും, കുറച്ച് സമയം അവർ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയി കാണും. പക്ഷേ ആ സമയത്ത് നിരാശപ്പെട്ടു പോകരുത്. യേശു നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, അല്ലേ? യേശു എന്റെ ഭവനത്തിലുണ്ടല്ലോ, യേശു എന്റെ ജീവിതത്തിലുണ്ടല്ലോ, എന്റെ ജീവിത വിഷയത്തിലുണ്ടല്ലോ. അപമാനം വരികയില്ല, തലകുനിക്കാൻ ഇടവരുത്തുകയില്ല. ദൈവമഹത്വം ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി എന്റെയും നിങ്ങളുടെയും ജീവിതം മാറ്റാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താട്ട്. ഗോഡ് ബ്ലെസ് യു.